കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള റെക്റ്റാങ്കുലർ കോയിലിൻ്റെ ടോർക്കിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൽ ടോർക്ക് എന്ന് പറയുന്നത് ഒരു ടേൺ ആണെങ്കിൽ ഐ എ ബിയും എൻ ടേൺസ് ആണെങ്കിൽ എൻ ഐ എ ബിയും ആകും. എപ്പോഴാണ്? പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതല്ല, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പ്ലെയിൻ ഓഫ് ദ കോയിൽ ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ ഐ എ ബി സൈൻ തീറ്റ ഓർ എൻ ഐ എ ബി സൈൻ തീറ്റയായി മാറുന്നു. ഇനി ഇത് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പരിചയപ്പെട്ടതാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പറയുന്ന കേസിൽ അവിടെ കറണ്ടിൻ്റെ പ്രസൻസ് അറിയാനായിട്ട് നൾ ഡിഫ്ലക്ഷൻ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഏതാണ് ആ ഇൻസ്ട്രുമെൻറ്റ്? ഗാൽവനോമീറ്റർ. ആ ഗാൽവനോമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, ഇതിൻ്റെ പാർട്സ് എന്താണ്, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഇതിനെന്തെല്ലാം യൂസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നിങ്ങൾക്കറിയാം, ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ടിൽ കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയാണ്. അതും മൈക്രോ ആംപിയറിലുള്ള കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്റ്റ് കറണ്ട്സ് ഓഫ് ദി ഓർഡർ ഓഫ് മൈക്രോ ആംപിയേഴ്സ്. ഇനി ഇതിൻ്റെ പാർട്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ടുള്ളത് ഒരു റെക്റ്റാങ്കുലർ കോയിലാണ്. റെക്റ്റാങ്കുലർ കോയിൽ കൺസിസ്റ്റ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഓർ ഇനാമൽഡ് കോപ്പർ വയർ wound over a light aluminum frame. Then the free ends of the wire, the upper end is attached to a phosphor bronze fiber and the lower end is also attached to a phosphor bronze fiber. At the center of the coil there is a soft iron cylinder. Then the rectangular coil is placed between the pole piece of a horseshoe magnet. The horseshoe magnet provides the necessary magnetic field. The poles of the horseshoe magnet are concave in shape so as to produce radial field. Means the plane of the coil is always parallel to the magnetic field. അതായത് ടോർക്ക് മാക്സിമം വരുന്ന കേസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോൺകേവ് ഷേപ്പ് മാഗ്നറ്റിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഫീൽഡ് എപ്പോഴും ഈ കോയിലിന് ഒരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കത്തക്ക രീതിയിൽ വെച്ചിരിക്കും. ഇനി നമ്മൾ കോമൺലി ലാബുകളിൽ യൂസ് ചെയ്യുന്നത് ഗാൽവനോമീറ്ററാണ്. അതിനകത്ത് നമ്മൾ ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യാനായിട്ട് അതിനകത്തൊരു പോയിൻ്റർ, ഈ കോയിലിൻ്റെ കൂടെ ഒരു പോയിൻ്റർ അറ്റാച്ച് ചെയ്തിരിക്കും. ആ പോയിൻ്റർ എന്ന് പറയുന്നത് ഒരു സ്കെയിലിന് മുന്നിൽ മൂവ് ചെയ്യും. നിങ്ങൾ ഈ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് പരിചിതമാണ്. അതിൽ നടുക്ക് സീറോയും രണ്ട് എൻഡിലോട്ടുമാണ് ഡിഫ്ലക്ഷൻ പോകുന്നത്. സീറോ പോയിൻ്റ് എന്ന് പറയുന്നത് നടുക്കായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കെയിലിന് മുന്നിൽ നീങ്ങത്തക്ക രീതിയിലുള്ള ഒരു അലൂമിനിയം പോയിൻ്റർ ഈ റെക്റ്റാങ്കുലർ കോയിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ റെക്റ്റാങ്കുലർ കോയിലിലേക്ക് ഒരു കറണ്ട് കടത്തി വിടുന്നു. അപ്പോൾ കറണ്ട് കടത്തി വിടുമ്പോൾ നമുക്കറിയാം ഈ റെക്റ്റാങ്കുലർ കോയിൽ ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് റെക്റ്റാങ്കുലർ കോയിൽ അങ്ങനെയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദറ്റ് കോയിൽ ഈസ് അണ്ടർ എ ടോർക്ക്. ആ കോയിലിലേക്ക് ഒരു ടോർക്ക് വരും. ആ ടോർക്കിൻ്റെ ഫലമായിട്ട് കോയിൽ എന്തോ ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഇവിടെ ഡിഫോം ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത്, അത് കറങ്ങാൻ കാരണമായ ടോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എൻ ഐ എ ബി. ആ കോയിലിന് എൻ ടേൺസ് ഉണ്ട്. കോയിലിൽ കൂടെ കടന്നുപോയ കറണ്ട് ഐ ആണ്. ആ കോയിലിൻ്റെ ഏരിയ എ ആണ്. അതിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ബി ആണെങ്കിൽ the torque acting on the coil is NIAB. That torque is called deforming torque because due to this torque the rectangular coil rotates. ഇനി ടോർക്കിൻ്റെ ഫലമായി റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനൊരു റിസ്റ്റോറിങ് ടോർക്ക് അതിനകത്ത് സെറ്റ് ചെയ്യും. ഡിഫോമിങ് ടോർക്ക് വരുമ്പോഴത്തേക്ക് അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് അതിനകത്തൊരു റിസ്റ്റോറിങ് ടോർക്ക് വരും.
അങ്ങനെ ഇതൊരു ഇക്വിലിബ്രിയത്തിലെത്തുമ്പോഴത്തേക്ക്, അതായത് ഈ പോയിൻ്റർ ഇങ്ങനെ നീങ്ങിപ്പോയി ഒരിടത്ത് എത്തുമ്പോഴത്തേക്ക് ഡിഫ്ലക്ഷൻ ഇങ്ങനെ വന്ന് ഒരിടത്ത് എത്തുമ്പോൾ ഇത് സ്റ്റേഷനറി ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാം ഈ ഡിഫോമിംഗ് ടോർക്കും റിസ്റ്റോറിംഗ് ടോർക്കും അവിടെ ഈക്വലായി, അളവിൽ തുല്യമായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുമ്പം നമുക്കറിയാം ഈ ഫൈ ഈസ് ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ, കോയിലിനുണ്ടായ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഫൈ ആണെന്നുണ്ടെങ്കിൽ ദിസ് NIAB, deforming torque is equal to restoring torque, that is NIAB equal to K phi, K small letter K phi. K is called couple per unit twist of the wire. ആ ടേൺ ചെയ്യുന്ന വയറിൻ്റെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണ് K. Phi is the angle of deflection. അപ്പോൾ NIAB equal to K phi. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കവിടെ ഐയുടെ വാല്യൂ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഐ ഈക്വൽ ടു എന്തോ വരും, K/NAB ഇൻറ്റു ഫൈ. K ഈസ് ദ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്, N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ്, A ഈസ് ദ ഏരിയ ഓഫ് ദ കോയിൽ ആൻഡ് B ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മൾ ലാബുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗാൽവനോമീറ്ററുകളെ സംബന്ധിച്ചിടത്തോളം ഈ K, N, A, B ഇവയെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ചേർത്ത് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുന്നു ക്യാപിറ്റൽ K. ദാറ്റ് ഈസ് ഐ, കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ K ഇൻറ്റു ഫൈ. ആൻഡ് ദാറ്റ് ക്യാപിറ്റൽ K ഈസ് കോൾഡ് ഗാൽവനോമീറ്റർ കോൺസ്റ്റൻ്റ് എന്ന് പറയും. ക്യാപിറ്റൽ K ഈസ് കോൾഡ് ഗാൽവനോമീറ്റർ കോൺസ്റ്റൻ്റ്. ദെൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വെൻ എ കറണ്ട് ഫ്ലോസ് ത്രൂ ദി റെക്ടാങ്കുലർ കോയിൽ ഡ്യൂ ടു ദ ടോർക്ക് ഇറ്റ് റൊട്ടേറ്റ്സ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ആക്ട് ചെയ്ത ഡിഫോമിംഗ് ടോർക്ക് എന്ന് പറയുന്നത് NIAB ആണ്. ഇനി അതിനുണ്ടായ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഫൈ ആണെങ്കിൽ NIAB ഈക്വൽ ടു K phi, സ്മാൾ k ഇൻറ്റു ഫൈ. സ്മാൾ k ഈസ് കോൾഡ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഓഫ് ദി വയർ. Then from that equation we can write I equal to K/NAB into phi. That K/NAB is a constant for galvanometer, so we can write it as I is equal to capital K into phi, or we can say I is proportional to phi, and that is the principle of a moving coil galvanometer. That is, the principle is that when a constant current flows through the galvanometer coil, it is under a torque and due to which it deflects, and the angle of deflection is directly proportional to the current flowing through it. That is I proportional to phi. അപ്പോൾ നമുക്ക് ഇനി ഗാൽവനോമീറ്റർ ഇതിനെക്കുറിച്ച് അറിയേണ്ടുന്നത്, ഇതിൽ അഡീഷണൽ ആയിട്ട് പറയുന്ന രണ്ട് ടേംസ് എന്ന് പറയുന്നത് ഒന്ന് കറണ്ട് സെൻസിറ്റിവിറ്റി, അതുപോലെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഗാൽവനോമീറ്റർ കറണ്ട് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫോർ എ സ്മാൾ കറണ്ട് ഇറ്റ് ഗീവ്സ് എ ലാർജ് ഡിഫ്ലക്ഷൻ. That is, a galvanometer is said to be current sensitive if it gives a large deflection even for a small current. ഇപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 5/I ആണ്. ഇപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗാൽവനോമീറ്റർ ഫോർ യൂണിറ്റ് കറണ്ട്. യൂണിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഗാൽവനോമീറ്ററിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനെയാണ് നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത് മെഷർ ചെയ്യുന്നത് നമ്മൾ ഒരു ടേമിലാണ്, അതായത് 5/I എന്നാണ് നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റിയെ ടേം ചെയ്യുന്നത്. കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 5/I. അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ട ആ ഇക്വേഷനിൽ നിന്ന് 5/Iയുടെ വില എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ വരും, NAB/K. 5/I is equal to NAB/K. So how can we increase the sensitivity of a galvanometer? നമുക്ക് കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം 5/I ഈക്വൽ ടു NAB/K. അപ്പോൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വൺ, വി മസ്റ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, വി മസ്റ്റ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് ദി കോയിൽ, ദെൻ we must increase the magnetic field, and fourth one, we must decrease the couple per unit twist of the wire. അതായത് 5/I ഈക്വൽ ടു NAB/K. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ വരുന്ന ഫാക്ടേഴ്സ് എല്ലാം കൂടണം, ഡിനോമിനേറ്ററിൽ വരുന്ന ഫാക്ടർ കുറയണം. അപ്പം NAB ഇൻക്രീസ് ചെയ്യണം, K മസ്റ്റ് ബി ഡിക്രീസ്ഡ്. ഇനി അടുത്തതായിട്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്.
അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഡിഫ്ലക്ഷൻ ബൈ കറണ്ട് ആണെങ്കിൽ യു നോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഡിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ബൈ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ഇപ്പോൾ പരിചിതമാണ്. എന്താണ് ആ ഇക്വേഷൻ? ഇറ്റ് ഈസ് ഫൈ ബൈ ഐ ഈക്വൽ ടു എൻ എ ബി ബൈ കെ. എന്തൊക്കെയാണ് എൻ എ ബി? എൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, എ ഏരിയ ഓഫ് ദി കോയിൽ, ബി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സ്മാൾ കെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഓഫ് ദി വയർ. അപ്പോൾ ഇത് കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷനാണ്. അപ്പം അവിടെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി വരാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. യു നോ വോൾട്ടേജ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. സോ ഡിനോമിനേറ്ററിൽ ഐ ഉണ്ട്, അവിടെ നമ്മൾ ആറും കൂടെ വരാൻ വേണ്ടിയിട്ട് ഇക്വേഷനെ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 5 ബൈ ഐ ആർ ഈക്വൽ ടു എൻ എ ബി ബൈ കെ ആർ ഓർ 5 ബൈ വി ഈക്വൽ ടു എൻ എ ബി ബൈ കെ ആർ. And that 5 by V is called voltage sensitivity. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗാൽവനോമീറ്ററിൻ്റെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഇരട്ടിയാക്കുന്നു, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? അതായത് കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കുന്നു. ബട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് current sensitivity and voltage sensitivity. You know current sensitivity 5 by I equal to NAB by K. When N becomes 2N, we know 5 by I becomes double times NAB by K. That is 2 into NAB by A, NAB by K. That means the current sensitivity is doubled. Then what about voltage sensitivity? അതും ഡബിൾ ആകുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ n 2n ആകുന്നു. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിളായി, 2NAB ബൈ കെ ആയി മാറി. ആ കേസിൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ വരുമ്പോഴും നമുക്കറിയാം 5 ബൈ വി ഈക്വൽ ടു NAB ബൈ കെ ആർ ആണ്. അപ്പോൾ n 2n ആകുമ്പോൾ അവിടെ വേറൊരു കാര്യം മാറ്റം സംഭവിക്കും. ഏതാണ്? റെസിസ്റ്റൻസും ഡബിൾ ആകും. വെൻ n becomes 2n, R also becomes 2R. റെസിസ്റ്റൻസ് ആൾസോ ഡബിൾഡ്. അപ്പോൾ ആ എഫക്റ്റ് അവിടെ ക്യാൻസൽ ചെയ്യും. അതായത് 5 ബൈ വി ഈക്വൽ ടു 2NAB ബൈ കെ ഇൻറ്റു 2R ആയി മാറും ആ ഇക്വേഷൻ. അപ്പോൾ ആ 2 കട്ട് ചെയ്ത് പോകുമ്പം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി റിമൈൻസ് ദി സെയിം. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഒരിക്കലും മാറത്തില്ല. എന്താ കാര്യം? നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ എഫക്റ്റ് അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇനിയും അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഗാൽവനോമീറ്ററിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറയുന്ന ഒരു ഉപയോഗമാണ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഗാൽവനോമീറ്റർ. ഇതിന് ഈ യൂസ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ മീറ്റർ ബ്രിഡ്ജ്, അതുപോലെ പൊട്ടൻഷ്യോമീറ്റർ, ഇങ്ങനെയൊക്കെയുള്ള ഡിവൈസുകളിൽ ഇതിനെ കറണ്ട് ഡിറ്റക്റ്റിംഗ് ഡിവൈസായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഇതിന് മറ്റുപയോഗങ്ങളുണ്ട്. അതായത് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ അമ്മീറ്റർ ആസ് വെൽ ആസ് എ വോൾട്ട് മീറ്റർ. നമുക്കിതിനെ ഒരു അമ്മീറ്ററാക്കി മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ വോൾട്ട് മീറ്ററാക്കി മാറ്റാൻ പറ്റും. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മീറ്റർ എന്ന ഡിവൈസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓംസ്ലയൊക്കെ പഠിച്ചവരാണ്. എന്തിനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്? ഓക്കെ, കറണ്ട് മെഷറിംഗ് ഡിവൈസാണ് അമ്മീറ്റർ. ആൻഡ് യു നോ അമ്മീറ്റർ മസ്റ്റ് ബി എ ലോ റെസിസ്റ്റൻസ് അപ്പാരറ്റസ്. നമ്മളൊരു സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യുമ്പോൾ ആ അപ്പാരറ്റസിൻ്റെ റെസിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കണം. അപ്പോൾ അമ്മീറ്ററിന് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കാൻ പോവുകയാണ്. നമ്മുടെ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് താരതമ്യേന റെസിസ്റ്റൻസ് കൂടിയ ഒരു ഡിവൈസാണ്. ഇതിനകത്ത് ഈ കോയിൽസ്, ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് അല്ലെങ്കിൽ ഇനാമൽഡ് കോപ്പർ വയർ കുറേ ടേൺസ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് കുറേ റെസിസ്റ്റൻസ് കാണും. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെന്താകാൻ പറ്റത്തുള്ളൂ? അമ്മീറ്ററായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ കുറയ്ക്കാം? ഒരു ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മെത്തേഡ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തിങ്ങനെ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം,
ഇതിന് പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് പഠിക്കുന്നുണ്ട്. പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിനകത്ത് അതിനകത്തിരിക്കുന്ന ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളിലും കുറവായിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് കൂടിയ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതിന് പാരലായിട്ട് ഒരു ചെറിയ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ആ റെസിസ്റ്റൻസിന് നമ്മൾ ഷണ്ട് എന്നൊക്കെ പറയുക, SHUNT, ഷണ്ട്. സോ വി ക്യാൻ കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു ആൻ അമ്മീറ്റർ ബൈ കണക്റ്റിംഗ് എ സ്മാൾ റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് പാരലൽ ടു ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം നമ്മുടെ ബോർഡിൽ കാണുന്നുണ്ട്. ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റുന്ന ഒരു ഡയഗ്രാം. അപ്പോൾ അതിനകത്ത് എന്ത് ഷണ്ടാണ് നമുക്ക് ഘടിപ്പിക്കേണ്ടി വരുന്നത്? നമുക്ക് എത്ര ഷണ്ട് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഗാൽവനോമീറ്ററിനെ കൊണ്ട് ഇത്ര ആംപിയർ കറണ്ട് അളക്കാൻ പറ്റും എന്ന് കാണാനായിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ഒരു ഷണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ G എന്നെടുക്കുന്നു. ഷണ്ടിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ S ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ GS രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ ഇത് അമ്മീറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ സർക്യൂട്ടിൽ നിന്ന് ഒരു I എന്ന് പറയുന്ന ഒരു മെയിൻ കറണ്ട് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് പാത്താണ്, ഒന്ന് ഗാൽവനോമീറ്റർ ഇരിപ്പുണ്ട്, ഒന്ന് ഷണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് IG. നമുക്കറിയാം ഗാൽവനോമീറ്റർ വളരെ ചെറിയ കറണ്ടിനെ കടത്തിവിടുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതിലേക്കൂടെ ഒഴുകുന്ന കറണ്ട് നമ്മൾ IG ആണ്, സ്മാൾ G ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഷണ്ടിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I-IG ആണ്. ശരിയല്ലേ? മെയിൻ കറണ്ട് I സ്പ്ലിറ്റഡ് ഇൻറ്റു IG ത്രൂ ഗാൽവനോമീറ്റർ ആൻഡ് I-IG ത്രൂ ഷണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്കറിയാം ഗാൽവനോമീറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജും ഷണ്ടിന് അക്രോസ് വരുന്ന വോൾട്ടേജും സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? ദാറ്റ് ഈസ് IG കറണ്ട് ത്രൂ ഗാൽവനോമീറ്റർ, ക്യാപിറ്റൽ G അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ IG ഈക്വൽ ടു I-IG ഇൻറ്റു S ഷണ്ട് റെസിസ്റ്റൻസ്. From that equation we get the shunt resistance S equal to IgG by I-IG. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റാം. അപ്പോൾ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ആൻ അമ്മീറ്റർ by connecting a small resistance called shunt parallel to it. അപ്പോൾ കണക്ട് ചെയ്യേണ്ടുന്ന ഷണ്ടിൻ്റെ അളവ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഷണ്ട് S ഈക്വൽ ടു IgG by I-IG. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പിനേഷന് എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണും? നമ്മളിപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ കൂടെ പാരലായിട്ടൊരു ഷണ്ട് ചേർത്തേക്കുകയാണ്. ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? നിങ്ങൾക്കറിയാം പാരലൽ കോമ്പിനേഷൻ ഓഫ് ടു റെസിസ്റ്റൻസിൻ്റെ കേസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യും? ഈ കേസിൽ അത് എന്തായിട്ട് മാറും? GS by G+S. ഇനി നമ്മളൊരു ഐഡിയൽ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? അപ്പോൾ അമ്മീറ്റർ ലോ റെസിസ്റ്റൻസ് അപ്പാരറ്റസ് ആകണം. ഒരു ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ച്, അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു ഐഡിയൽ അമ്മീറ്റർ മീൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് മസ്റ്റ് ബി സീറോ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് ഇപ്പം നമുക്ക് ഗാൽവനോമീറ്ററിൻ്റെ രണ്ട് ഉപയോഗം മനസ്സിലായി. ഒന്ന് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട്, സെക്കൻഡ് വൺ കൺവേർട്ട് ഇൻ ടു അമ്മീറ്ററായിട്ട് മാറ്റാൻ പറ്റും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വോൾട്ട് മീറ്ററാക്കിയും മാറ്റാം. ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ നമുക്കറിയാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് വോൾട്ട് മീറ്റർ. നമുക്കറിയാം ആ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്ററായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് കൂടണം. ദാറ്റ് മീൻസ് അതിൻ്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസിൻ്റെ സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടും. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അപ്പോൾ ആ ഡയഗ്രമാണ് നമ്മൾ ബോഡി കാണുന്നത്. അതായത്
ഗാൽവനോമീറ്ററിനെ നമ്മൾ വോൾട്ട് മീറ്റർ ആക്കി മാറ്റിയിരിക്കുന്ന ഒരു ഡയഗ്രമാണ്. അതായത് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ജി ആണ്, അതിൻ്റെ കൂടെ സീരീസ് ആയിട്ട് നമ്മൾ ഒരു ക്യാപിറ്റൽ ആർ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസും കൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അതൊരു സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് സെയിം ആണ്. അതായത് സർക്യൂട്ടിൽ നിന്ന് വരുന്ന കറണ്ട് ഐ ജി, ഗാൽവനോമീറ്ററിൽ കൂടെ എന്ത് കറണ്ട് പോകുന്നു അതേ കറണ്ട് തന്നെ ആയിരിക്കും ഈ റെസിസ്റ്റൻസിനകത്തൂടെയും പോകുന്നത്. അപ്പോൾ അവിടെ ഐ ജി കറണ്ട് തന്നെ രണ്ടിടത്തും പാസ് ചെയ്യും. ഇനി ഇത് ഈ കോമ്പിനേഷൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമ്മൾ വി ആയിട്ട് പറയുന്നത്. അതാണ് നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് വി, ക്യാപിറ്റൽ വി. അപ്പോൾ ക്യാപിറ്റൽ വി ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ജി ജി പ്ലസ് ഐ ജി ആർ. കറണ്ട് സെയിം ആണ്. അപ്പോൾ ഗാൽവനോമീറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഐ ജി ജി ആണ്, റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഐ ജി ആർ ആണ്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഈക്വൽ ടു ഐ ജി ജി പ്ലസ് ഐ ജി ആർ. ഫ്രം ദാറ്റ് ആർ ഈക്വൽ ടു എന്താ ഒരു ഇക്വേഷൻ, വി മൈനസ് ഐ ജി ജി ബൈ ഐ ജി. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കാണുന്നത്, എന്ത് റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ ആ കേസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? വി നോ ഇറ്റ് ഈസ് ജി പ്ലസ് ആർ ബിക്കോസ് ഇറ്റ് ഈസ് എ സീരീസ് കോമ്പിനേഷൻ. ഗാൽവനോമീറ്ററും റെസിസ്റ്ററും കൂടെ സീരീസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സമ്മാണ് ജി പ്ലസ് ആർ. അപ്പം ഒരു വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കുമ്പോൾ അതിൻ്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അതുപോലെ ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം ഐഡിയൽ അമ്മീറ്റർ സീറോ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ത്? വോൾട്ട് മീറ്റർ മസ്റ്റ് ബി എ ഹൈ റെസിസ്റ്റൻസ് അപ്പാരറ്റസ്. സോ ഐഡിയൽ വോൾട്ട് മീറ്റർ മീൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് മസ്റ്റ് ബി ഇൻഫിനിറ്റ് ആയിരിക്കണം. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു ഡിവൈസാണ് ഐഡിയൽ വോൾട്ട് മീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ 2 പ്രോബ്ലവും കൂടെ നമുക്ക് ചെയ്യണം. നോട്ട്ബുക്കിൽ എഴുതിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ohm and the meter shows full scale deflection for a current of 3 milliampere. How will you convert the meter into voltmeter of range 0 to 18 volt? അതായത് ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്റർ എന്നുള്ള കേസാണ്. അപ്പോൾ നമ്മളവിടെ ഡേറ്റ അനലൈസ് ചെയ്ത് എഴുതുക. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞല്ലേ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡേറ്റ അനലൈസ് ചെയ്ത് എഴുതുക. ഒന്നാമത് പറഞ്ഞേക്കുന്നത് ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ohm. വാട്ട് ഈസ് ഇറ്റ്? ക്യാപിറ്റൽ ജി. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണത്. ക്യാപിറ്റൽ ജി ഈക്വൽ ടു 12 ohm. ആൻഡ് ദ മീറ്റർ ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 3 milliampere. ദറ്റ് മീൻസ് the current through the galvanometer is Ig equal to 3 milliampere. പക്ഷേ മില്ലി ആംപിയർ നമ്മൾ പ്രോബ്ലം ചെയ്യുമോ? ഇല്ല. അതിനെ നമ്മൾ ആംപിയർ ആക്കണം. എത്ര വരും? 0.003 ആംപിയർ. ഇതിന് അടുത്ത കേസിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ? അത് വോൾട്ട് മീറ്റർ ആയിട്ട് മാറുമ്പോൾ 18 വോൾട്ട് വരെ റീഡ് ചെയ്യണം. 0 to 18 വോൾട്ട്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ വി ആണ് 18 വോൾട്ട്. അങ്ങനെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്ത് ചെയ്യണം? ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വരണം, ഇല്ലയോ? അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ നമ്മൾ ഡേറ്റ എഴുതി അതിൻ്റെ ഇക്വേഷൻ, അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ജി ജി ബൈ ഐ ജി. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 18 മൈനസ് 0.003 ഇൻറ്റു 12 ബൈ 0.003 വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 5988 ohm. അതായത് 5988 ohm. അത്രയും ഒരു റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? ഗാൽവനോമീറ്ററുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ. നമ്മൾ അമ്മീറ്ററിലോട്ട് മാറ്റണ്ടായോ? ഇതിനെ അമ്മീറ്ററിലേക്ക് മാറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 15 ohm and the meter shows
full scale deflection for a current of 4 milliampere. How will you convert the meter into an ammeter of range 0 to 6 ampere? ബോർഡിലുണ്ട് ക്വസ്റ്റ്യൻ, നോക്കി എഴുതുക. എഴുതിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ ഒന്ന് എഴുതി നോക്കിയേ. ഗാൽവനോമീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് 15 ohm. What is it? Capital G. Capital G equal to 15 ohm. Then it gives a full scale deflection for a current of 4 milliampere. അതായത് ഗാൽവനോമീറ്ററിലെ കറണ്ടാണ് 4 milliampere IG. അതിനെ നമ്മൾ ആംപിയറിലേക്ക് മാറ്റുക. എന്തോ വരും? 0.004 ആംപിയർ. Then it must be converted into എന്തുവാണ്? അമ്മീറ്റർ ആണ്. അമ്മീറ്റർ ഓഫ് റേഞ്ച് 6 ആംപിയർ. അപ്പം നമ്മൾ റീഡ് ചെയ്യേണ്ടുന്ന മാക്സിമം കറണ്ട്, മെയിൻ കറണ്ട് ഐ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആംപിയർ. അപ്പോൾ ഐ 6 ആംപിയർ, ഐ ജി 0.004 ആംപിയർ, ദെൻ ക്യാപിറ്റൽ ജി 15. അപ്പോൾ ഷണ്ട് വാല്യൂ കാണണമെങ്കിൽ നമുക്കറിയാം അതിനുള്ള ഇക്വേഷൻ എന്താണ്? എസ് ഈക്വൽ ടു എന്തോ വരും? ഐ ജി ജി ബൈ ഐ മൈനസ് ഐ ജി. ബോർഡിലുണ്ട് ആ ഇക്വേഷൻ, നിങ്ങൾ നോക്കി എഴുതുക. വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് എസ് ഈക്വൽ ടു 0.004 ഇൻറ്റു 15 ബൈ 6 മൈനസ് 0.004. അത് ശ്രദ്ധിച്ച് ചെയ്യണം, ഡെസിമലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 0.01 ohm ആണ് ഷണ്ടിൻ്റെ വാല്യൂ. ഇനി ഇത്രയും വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടുന്നത്? കണക്ട് ദിസ് മച്ച് റെസിസ്റ്റൻസ്, അതായത് 0.01 ohm റെസിസ്റ്റൻസ് മസ്റ്റ് ബി കണക്റ്റഡ് പാരലൽ ടു ദി ഗാൽവനോമീറ്റർ. ഇപ്പോൾ നോക്കിയോ, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, കറണ്ട് സെൻസിറ്റിവിറ്റി, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തരികയാണ്. അത് നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ക്വസ്റ്റ്യൻ എഴുതിക്കോ. 2 മൂവിംഗ് കോയിൽ മീറ്റേഴ്സ് M1 and M2 have the following particulars. R1 equal to 10 ohm, N1 equal to 30, A1 equal to 3.6 into 10 raised to minus 3 meter square, B1 equal to 0.25 Tesla. R2 equal to 14 ohm, N2 equal to 42, A2 equal to 1.8 into 10 raised to minus 3 meter square, B2 equal to 0.5 Tesla. The spring constants are identical for the 2 meters. Determine the ratio of current sensitivity and voltage sensitivity of M1 and M2. അങ്ങനെ നമ്മൾ ഈ 4ാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക, സംശയമുള്ളതൊക്കെ അവർ കൺസേൺ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ.